എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറിൻ്റെ കൂടെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ് മോരുകറി. അപ്പം മോര് കാച്ചിയത്, മോരുകറി എന്നൊക്കെ പറയും. അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൊണ്ട് നമ്മൾ മിക്സിയിൽ അരച്ചിട്ട്, വറ്റൽമുളകും എല്ലാം കൊണ്ട് മിക്സിയിൽ അരച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്ന ഒരു മോര് കാച്ചിയത് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അത് വേറെ രീതിയിൽ മോര് കറി റെഡിയാക്കുന്നതാണ് ഞാൻ ഇപ്പോൾ ഇത് കാണിക്കുന്നത്. ആദ്യം വെളിച്ചെണ്ണയിലാണ് ഇത് ഞാൻ തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചിട്ടാണ് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കേണ്ടത്. മോര് കറി റെഡിയാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് താളിച്ച് ഒഴിക്കാവുന്നതാണ്. പക്ഷേ ആദ്യം തന്നെ കടുക് താളിച്ച് ഒഴിച്ചതിനാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനാണെങ്കിൽ ഇത് തന്നെയാണ് എളുപ്പവഴി. അപ്പോൾ ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. സവാളയാണെങ്കിൽ ഒരു അരമുറി സവാളയാണ് എടുത്തേക്കുന്നത്. അതിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സ്ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാനാണെങ്കിൽ മോര് അതിൻ്റെ ഒന്ന് ചെറുതായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം കട്ട കെട്ടാതെ നമുക്ക് കിട്ടും. ഈ സമയം കുറച്ചൊന്ന് ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒന്ന് വഴണ്ട് വന്നപ്പോൾ ഇഞ്ചിയും കൂടെ ഇട്ട് ചേർത്ത് കൊടുത്തു. അതും നന്നായിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അധികമാണെങ്കിൽ അങ്ങ് മൂത്ത് പോകാതെ സൂക്ഷിക്കാൻ മറക്കരുത് കേട്ടോ. പച്ചമുളകും കറിവേപ്പിലയും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കറിവേപ്പിലയാണെങ്കിൽ ഇതളുകളായിട്ടല്ല ഇട്ട് കൊടുത്തേക്കുന്നത്. ഒരു രണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. അതുപോലെ തന്നെ പച്ചമുളക് നടുകെ കീറിയാണ് ഇട്ടിരിക്കുന്നത്. സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് നടുകെ ഒന്ന് മുറിച്ച് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അതും നന്നായിട്ട് ഇളക്കി എടുക്കാം. ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറി മൂത്ത് കിട്ടുന്ന പരുവമായാൽ മതി. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറന്നുപോലെ. ഇത് എനിക്ക് തോന്നുന്ന ഓൾമോസ്റ്റ് ആൾക്കാർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. വീണ്ടും അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതുപോലൊക്കെയാണോ നിങ്ങൾ മോര് കാച്ചിയത് റെഡിയാക്കുന്നതെന്നൊന്ന് പറയണം. അപ്പോൾ വേറൊരു മോര് കറിയുടെ റെസിപ്പിയൂടെ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതാണെങ്കിൽ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കായപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയുമാണ് എടുത്തേക്കുന്നത്. മുളക് പൊടിയാണെങ്കിൽ ഒരു അര ടീസ്പൂൺ മാത്രമാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉലുവാപ്പൊടിയൊക്കെ ആണെങ്കിൽ കുറച്ച് മാത്രം നമുക്ക് എടുത്ത് വെച്ചാൽ മതി. അധികം കൂടി പോകരുത്. എരിവ് നമ്മൾ ഓൾറെഡി ആണെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്ത് വയ്ക്കുന്നത് കൊണ്ട് വീണ്ടും മുളക് പൊടി ഇടുമ്പോൾ സൂക്ഷിക്കണം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അതിനാകുമ്പോൾ അധികം എരിവില്ല. അപ്പം എരിവ് നമ്മൾ പച്ചമുളക് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും മുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് എരിവ് കൂടും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇടാൻ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഓൾറെഡി മിക്സിയിലാണെങ്കിൽ ഞാൻ ഒന്ന് കട്ടയൊക്കെ ആണെങ്കിൽ ഉടച്ചിട്ടാണെങ്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തൈര്. അതാണെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല. ഉപ്പ് ഇപ്പോഴാണ് ഇടുന്നത്. ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ചിട്ടിട്ട് നോക്കണം, നമുക്ക് ഉപ്പ് കൂടുതലാണോ എന്ന് നോക്കണം. ഇതിൻ്റെ എന്നിട്ട് നമ്മൾ ഈ തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് തിളയ്ക്കരുത്. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും. അപ്പം നമ്മൾ ഇനിയാണെങ്കിൽ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. കാരണം ഈ സെയിം പാത്രത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് ചൂടായിട്ട് ചിലപ്പോൾ ഇത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു മോരുകറിയുടെ വീഡിയോ അല്ലേ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.